ഇന്നെന്താ ഈ പാത്രമൊക്കെ പിടിച്ചുകൊണ്ടെന്നല്ലേ ഇപ്പം ചിന്തിക്കണ? അത് കാര്യമുണ്ട്, ഇതിനകത്തൊരു നിധിയുണ്ട്. അങ്ങനെ ഇങ്ങനെ ആർക്കും കിട്ടാത്തൊരു നിധിയാണ്. ഞാൻ ചില ഫുഡ് ഐറ്റംസൊക്കെ സീസൺ ടൈമിലൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കും. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പച്ചച്ചക്ക നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം, ചക്കക്കുരു വയ്ക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കിഷ്ടമാണ്. അപ്പം അങ്ങനെ സൂക്ഷിച്ച് വെക്കണം. അങ്ങനെ ഒരു ഐറ്റമാണ് ഇതിനകത്ത്. പക്ഷെ ഇതാരും മിക്കവരും കഴിച്ചിട്ടുണ്ടാവില്ല, ചെയ്തിട്ടുണ്ടാവില്ല. പിള്ളേർക്കൊക്കെ അറിയാൻ പാടില്ലാത്തൊരു സംഭവമാണേ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. അപ്പം ഞങ്ങളൊരു വർഷമായിട്ട് ഇത് സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വർഷം മുമ്പ് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വർഷവും കൂടെ വീഡിയോ ചെയ്യണം. അപ്പോൾ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ അന്ന് വീഡിയോ ചെയ്തത്. പക്ഷേ ഇത്തവണ നമുക്ക് കാലാവസ്ഥ അത്രയ്ക്ക് അനുകൂലമല്ലായിരുന്നു. ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്ത് നമുക്ക് വെയിലൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതെന്താണെന്നല്ലേ, നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ശർമ്മയ്ക്ക് കടുമാങ്ങ വേണം, അച്ചാർ വേണം, അങ്ങനെ ഓരോ കാര്യങ്ങളും പറയും. പിന്നെ അവസാനം പറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര പാടായ ഒരു സംഭവം അവൻ അവസാനം എന്നോട് പറയണത്. അപ്പം ഞാൻ പറഞ്ഞ് നേരത്തെയും പറയുന്നുണ്ട്, അപ്പം നമ്മൾ സെറ്റാക്കാം എന്ന് ഓരോ വർഷം പറയുമായിരുന്നു. കഴിഞ്ഞ വർഷം പുള്ളി തന്നെ പോയി മുഹമ്മയിൽ പോയി പായ വേണമായിരുന്നു, തഴപ്പായില്ലേ, കൈതപ്പായ. അപ്പോൾ അത് 600 രൂപ കൊടുത്തൊരു കൈതപ്പായ പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് ആ മാമ്പഴം അത് മാങ്ങയായിരുന്നു. അപ്പോൾ ചെറിയ പച്ച മാങ്ങ പറിച്ചിട്ട് ഞങ്ങൾ റോഡിട്ട് വിറ്റായിരുന്നു, ശർമ്മ വിറ്റായിരുന്നു. അപ്പം അങ്ങനെ പൈസ കിട്ടി. ആ പൈസ കൊണ്ട് അവൻ പോയി തഴപ്പായ വാങ്ങിച്ചുകൊണ്ട് വന്ന്, ഇതിനി തഴപ്പായ ഇല്ലെന്നും പറഞ്ഞ് ഇനി എനിക്കിത് ഉണ്ടാക്കി തരാതിരിക്കരുത്, ഇതുകൊണ്ട് എനിക്ക് കൂടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അത്രയും റിസ്ക് അവൻ എടുത്തല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് വേറെ പണിയൊന്നും ഇല്ല, നമുക്ക് ഇങ്ങനെ അരയ്ക്കുക അത് മാത്രമേ ഉള്ളൂ പണി. അപ്പോൾ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ, മാമ്പഴത്തിരയാണ്. മാമ്പഴം ഇഷ്ടംപോലെ മാങ്ങ കഴിഞ്ഞ വർഷം ഈ മാവിൽ നമുക്ക് ഉണ്ടായിരുന്നു. ഇത്തവണ മാങ്ങ ഉണ്ടായില്ല. എന്നാലും നമുക്ക് ഇത്തവണ ഉണ്ടാക്കണമെങ്കിൽ അപ്പുറത്ത് ഉമ്മയുടെ മാവിലൊക്കെ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടായിരുന്നു, നമുക്ക് ഉണ്ടാക്കായിരുന്നു. പക്ഷെ വെയിലില്ലായിരുന്നു, മഴ നേരത്തെ വന്നില്ല. അത് കാരണം മാമ്പഴം ആയ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ എനിക്ക് സമയമില്ലാണ്ടായിപ്പോയായിരുന്നു അങ്ങനെ നിന്ന് ചെയ്യാനായിട്ട്. നമുക്ക് മെനക്കെട്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണിതേ. വണ്ടി വേണ്ട വെച്ചാണ്. അപ്പം അങ്ങനെ നമ്മൾ തഴപ്പായ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം മാങ്ങ ഇങ്ങനെ വീണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ മാങ്ങ നമുക്ക് ഇഷ്ടംപോലെ കഴിച്ച് എല്ലാവർക്കും കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ടും പിന്നെയും മാങ്ങ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ മാങ്ങ പറിച്ച് നമ്മൾ വെയിലിൽ കൊണ്ട്, നല്ല വെയിലായിരുന്നു. പഴുത്ത് വന്ന മാങ്ങ വീണ് നമ്മൾ കൈ കൊണ്ട് തന്നെ, ഒട്ടും വേറെ ഒരു പരിപാടിയില്ല, നമ്മൾ മിക്സിയിൽ പോലും അടിച്ചില്ല. ആ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, എല്ലാവരും കയറി കാണണം. അപ്പം അന്ന് ആ വീഡിയോ കണ്ടവർ ഇന്നും ഈ ചാനലിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം അങ്ങനെ മാമ്പഴം വീഴാൻ തുടങ്ങി. ഞങ്ങൾ ഡെയിലി കിട്ടുന്ന മാങ്ങ, ഇന്ന് വീഴുന്ന മാങ്ങ പായിലിട്ട് അരിപ്പൊടി ആദ്യം വിതറിട്ട് നമ്മൾ മാങ്ങ ഇങ്ങനെ ഉരച്ച് ഞാനും ശർമ്മയും കൂടെ രണ്ടുപേരും കൂടി, ഒരാളെ കൊണ്ടൊന്നും നടക്കത്തില്ല, അത്രയും ഇട്ടിട്ട് ഉരയ്ക്കണം. നമ്മൾ മിക്സിയിൽ അടിച്ചൊക്കെ അങ്ങോട്ട് ചെയ്യാനാണെങ്കിൽ സിമ്പിളാണ്, പെട്ടെന്ന്. പക്ഷെ അവന് ഇഷ്ടം നാച്ചുറലായിട്ട് തന്നെ ചെയ്യണമെന്നായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഉരച്ചരച്ച് ഇന്ന് വീഴുന്ന മാങ്ങ ഇന്ന് ഉരയ്ക്കും, നാളെ വീഴുന്നത്, അങ്ങനെ എത്ര പ്രാവശ്യം വേണമല്ലോ അത്രയും മാങ്ങയും കൊണ്ട് ഉരച്ചെടുക്കും. നമ്മൾ സമയമില്ലായിരുന്ന സമയത്താണ് നമ്മൾ അതും ചെയ്തത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഉണങ്ങി വന്ന് നമ്മളത് അടർത്തിയെടുത്ത് അടിച്ചോട്ടെ. എന്താണ് കാക്കേനെ ഓടിക്കാൻ പോയതാണ്, ഭയങ്കര കാറായിരുന്നില്ലേ. അപ്പം അങ്ങനെ നമ്മൾ നന്നായിട്ട് ഓരോ ദിവസത്തെയും ഇത് കഴിയുമ്പം പിന്നെയും ഉണക്കിയെടുക്കണം. നല്ല വെയിൽ കൊണ്ട് മൊത്തം നന്നായിട്ട് ഉണക്കി നമ്മളെടുത്ത് നമ്മൾ ഇഷ്ടം പോലെ കഴിച്ചിട്ടാ. നല്ലൊരു പായൽ നിറയെ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ഇഷ്ടംപോലെ കഴിച്ച് എന്നുവെച്ചാൽ അതിൻ്റെ ആഗ്രഹത്തിന് നമ്മൾ എല്ലാവരും കഴിച്ച്, എല്ലാവർക്കും അത്യാവശ്യം ഒത്തിരി ഒന്നും അല്ലെങ്കിലും നമ്മൾ എല്ലാവർക്കും ഒക്കെ കൊടുത്ത് കേട്ടോ. അടുത്തുള്ളവർക്കും ആവശ്യപ്പെട്ടിരുന്നവർക്കൊക്കെ, കഴിച്ചിട്ടില്ല ഞങ്ങൾക്ക് തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും എത്തിച്ചൊക്കെ കൊടുത്ത്, ചോദിച്ചവർക്കൊക്കെ നമ്മൾ കൊടുത്തു. കാരണം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. അപ്പം എനിക്ക് ആഗ്രഹം ഈ വർഷം വരെ ഒരു വർഷം സൂക്ഷിച്ച് വയ്ക്കുക, എത്ര വർഷം വേണേലും സൂക്ഷിച്ച് വയ്ക്കാമെന്നാണല്ലോ നമ്മളുടെ അറിവ്. അപ്പം നമുക്ക് അറിയണം ഒരു വർഷം അത് പറയുന്നത് വെറുതെ ആണോ, നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുമോ എന്നിട്ട് ഇതിനൊരു പാത്രം നിറയെ എടുത്ത് സൂക്ഷിച്ച് വെച്ച്. പക്ഷേ ഇപ്പം തുറന്ന് സൂക്ഷിച്ച് വെച്ചെങ്കിലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സമയത്തും ആഗ്രഹം തോന്നുമ്പോൾ എടുത്ത് കഴിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്നുണ്ട്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം അന്ന് നമ്മൾ ആദ്യം കഴിച്ചതിനേക്കാൾ ഓരോ ദിവസം ചെല്ലും തോറും ടേസ്റ്റ് കൂടും. വിഭവന്മാരൊക്കെ എടുത്തെടുത്ത് കഴിക്കും. അപ്പോൾ അവസാനം ഞാൻ
ഈ പാത്രം എടുത്ത് ഒളിച്ച് വെച്ച് ഫ്രിഡ്ജിൽ തന്നെ വെച്ചത്, പുറത്ത് വെച്ചില്ല. പുറത്ത് വെച്ചാലും ഇരിക്കും, പക്ഷേ ഞാൻ എന്തിനാ പരീക്ഷിക്കണേന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെച്ച്. അപ്പം ഈ ഒരു വർഷം ഇത് ഫ്രിഡ്ജിൽ തന്നെ ഇരുന്ന് കേട്ടോ. ഇടയ്ക്ക് തുറന്നെടുക്കുന്നതിൻ്റെ ആ ഒരു ഈർപ്പടിക്കുന്നതിൽ എന്നാലും കേടാവുമെന്ന് വിചാരിച്ച്, പക്ഷേ എന്നിട്ടും കേടാവില്ല. ലാസ്റ്റ് വന്ന് 3 പീസേ ആയിട്ടുള്ളൂ, ഇത്രയായി. ഇതിനകത്ത് നിറയെ ഉണ്ടായിരുന്നതാണ്. അപ്പം അന്നേരം പറഞ്ഞത് നമുക്ക് ഈ വീഡിയോ ചെയ്യുമ്പം എല്ലാവർക്കും കൊടുക്കണം, അടുത്ത ആരെങ്കിലുമൊക്കെ വീണ്ടും ചോദിക്കണവർക്കൊക്കെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വെച്ചത്. പക്ഷേ സമ്മതിച്ചില്ല, നമ്മളുടെ നമുക്ക് അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു വർഷം ഇരുന്ന് പഴകും തോറും ടേസ്റ്റ് കൂടും. അതാണ് മാമ്പഴത്തിലയുടെ. അപ്പം നമ്മൾ നല്ല ശരിക്കും കഷ്ടപ്പെട്ട് ഉരച്ചുണ്ടാക്കി അതിൻ്റെ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ഞാനും ശർമ്മയും കൂടെ ഇത് കൈ കഴിച്ചങ്ങോട്ട് ഇതേണ്ട എന്നിട്ട് ഇങ്ങനെ മടക്കി തെറുത്ത് വെക്കും. ഇതിപ്പോൾ തെറുത്തൊക്കെ വെച്ചിരുന്നാണ് നമ്മളിതിനകത്തു നിന്നൊക്കെ എന്താ ഇങ്ങനെ മടക്കി ഓരോ പീസായിട്ട് ഇങ്ങനെ വെച്ചേക്കുക. വേണ്ട, ഇത്ര നീളമൊന്നും അല്ലായിരുന്നു, നല്ല നീളമായിരുന്നു. അപ്പം അതിനകത്തു നിന്നൊക്കെ നമ്മളുടെ, ഞാൻ പറയില്ലേ, നമ്മൾ ഈ ഇഷ്ടം കാരണം നമ്മൾ എപ്പോഴും എടുത്ത് തിന്നുമായിരുന്നേ. ഇങ്ങനെ റോളായിട്ട് വെച്ചേക്കും. ഇപ്പം വന്ന് ലാസ്റ്റ് ഇതേ 3 റോളേ ഉള്ളു. 3 റോളില്ല, ഇത് തീർന്ന്. അപ്പം ഇത്രയേ ഉള്ളു. അപ്പം ഇനിയിപ്പം ശർമ്മ ഇപ്പം ഇവിടെ ഇല്ല. ഇനിയിപ്പം ഞാനിപ്പോൾ ഇത് എടുത്ത് ഇത് മൊത്തം തിന്നെന്നറിഞ്ഞാൽ ശരിയാക്കും. അത് മൊത്തം തിന്നത്തില്ല കേട്ടോ. അപ്പം ഒരെണ്ണത്തിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ നിങ്ങളെ തിന്ന് കാണിക്കാം, ബാക്കി വെച്ചേക്കാം. എല്ലാവരും കൂടി വരുമ്പം തിന്നാം. ചായയുടെ കൂടെയോ സ്നാക്സ് ആയിട്ടോ അല്ലാതെ വെറുതെയോ എങ്ങനെ വേണേലും എപ്പോൾ വേണേലും തിന്നാം കേട്ടോ. ഇത്തവണ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല, ഇത്തവണയും കൂടി ചെയ്യുമ്പം നിങ്ങളെ കാണിക്കാമെന്നാണ് വിചാരിച്ചത്. ഇനി തിന്നാൽ ഇവിടെയും തിന്നു പോകും, അത് കാരണം തിന്നുന്നില്ല. ഇതും കൂടെ തിന്നുന്നുണ്ട് കേട്ടോ, എല്ലാവരും കൊതിപ്പിക്കുന്നുണ്ട്. ഇനി അടച്ചു വയ്ക്കട്ടെ, അടച്ച് മാറ്റി വെച്ചേക്കാം. എൻ്റെ ഇരുന്ന് തിന്നു പോകും, അത്രയും ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. കുറേ വേണമായിരുന്നു. ഞാൻ പറയാം, എത്രയും ടേസ്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇടക്കിടക്ക് തിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് തീരാനായിട്ട് പോയപ്പോഴാണ് യഥാർത്ഥ ടേസ്റ്റ് വന്നത് കേട്ടോ. അപ്പം തുണ നാച്ചുറൽ പായിലല്ല, അല്ലെങ്കിൽ പോലും പ്ലേറ്റിലും മുറത്തിലൊക്കെ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ മാങ്ങ കിട്ടിയപ്പോൾ മഴയായിപ്പോയി. മഴയത്ത് ചെയ്യാനേ പറ്റത്തില്ല. അപ്പോൾ ഇത്തവണ പച്ചമാങ്ങ കൊണ്ട് ചെയ്യണമെന്നൊക്കെ മൂർത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശർമ്മ പഴുത്ത മാങ്ങ കൊണ്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടും നടന്നില്ല. അപ്പം ഇതേ നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോഴത്തേക്കും ഇവിടെ എനിക്ക് കൂട്ടുകാരൊക്കെ ഇത് ഇവിടെ കിടന്ന്, എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ ഉറങ്ങുകയാണ് കേട്ടോ. കണ്ടോ, എല്ലാവരും ഉണ്ട്. സുന്ദരൻ അങ്ങ് അവിടെയാണ്, സുന്ദരൻ അവിടെ കിടക്കട്ടെ. സുന്ദരൻ ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. ഇന്നലെയും പോയി അപ്പുറത്തെ രാധാമ്മയുടെയൊക്കെ വീട്ടിൽ നിന്ന് കപ്പയൊക്കെ മാന്തി കളഞ്ഞ് ഒടിച്ച് കളഞ്ഞു. പിന്നെ എന്താ പറയാൻ, ഞാൻ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച്, നടക്കട്ടെ എന്ന് വിചാരിച്ച്. പക്ഷെ അവനൊരു രക്ഷയില്ല. അതുപോലെയല്ലേ, ഇവനെ പൂട്ടുന്നില്ലല്ലോ കർമ്മനെ, അവനിവിടെ കിടക്കുന്നതാണ്ടോ. അപ്പോൾ സുന്ദരനെ ഇനി പൂട്ടി തന്നെ ഇട്ടേക്കാം. സൂസി അവിടെ പാത്രങ്ങളിട്ട് തട്ടുന്നുണ്ട് കേട്ടോ, ഒരു ഗ്ലാസ് അവിടെ ഇട്ടിട്ടുണ്ട് അവൾക്ക്. അപ്പോൾ ശരി, പിന്നെ കാണാം, ബൈ. എല്ലാവരും വീഡിയോ കാണണം, ഡിസ്ക്രിപ്ഷനിൽ കയറി മാമ്പഴത്തിരയുടെ വീഡിയോ കാണണം. നേരത്തെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ബൈ. സുന്ദരൻ പിണക്കത്തിലാണ്. സുന്ദരനെ ഇന്നലെ ചെന്നിട്ട് അപ്പുറത്തെ കപ്പയൊക്കെ കടിച്ച് കളഞ്ഞ് മാന്തിയിട്ടെന്ന് പറഞ്ഞു. അപ്പം അതിന് നടക്കണമെങ്കിൽ നടന്നോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പക്ഷെ ഇന്നലെ വലുതായി. അന്ന് മാന്തിക്കളഞ്ഞ കപ്പ വീണ്ടും കിളുത്തിട്ട് അത് വലുതായി. അത് വീണ്ടും ഇന്നലെ കളഞ്ഞു.